ഇപ്പോൾ ആദ്യം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് സിനിമ ഒരു കലയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. സിനിമ ഒരു അല്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കെന്നുള്ളത്. നല്ല സിനിമകൾ, അതായത് മലയാളത്തിൽ ഒരു കാലത്ത് അടൂർ ബാലകൃഷ്ണൻ്റെയൊക്കെ ടൈമിലൊക്കെ നല്ല സിനിമകൾ ഇറങ്ങി 100 ദിവസമൊക്കെ കൊടിയേറ്റം കോട്ടയത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രേക്ഷകരെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു സിനിമാക്കാർ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു. സിനിമ ചിരിക്കാനുള്ളത് മാത്രമാണ്, സന്തോഷിക്കാനുള്ളത് മാത്രമാണ്. അപ്പോൾ അതൊരു കലയാണോ? യഥാർത്ഥ കലയെന്ന് പറയുന്നത് ചിരിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എഴുത്തിലൊക്കെ ചിരിപ്പിക്കണം. ഞാനൊക്കെ എഴുത്തുകാരനാണ്, എൻ്റെ എഴുത്തിനകത്ത് ഹ്യൂമറാണ്. പക്ഷേ ആ ഹ്യൂമറിലൊരു കല വേണം. അത് ഈ സിനിമയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ അങ്ങനത്തെ സിനിമകളോടാണ് കൂടുതൽ. എൻ്റെ എല്ലാ സിനിമകളും നോക്കി കഴിഞ്ഞാൽ അതിനകത്തെങ്കിലും ഒരു സന്ദേശം കാണും. അതിനകത്തൊരു ഈ പറഞ്ഞ പോലെ ഒരു അടിപൊളി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കത്തില്ല. കാരണം അതാണ് സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് ശരിയാണ്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറോട് ചോദിക്കുക സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവർ നല്ല സിനിമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഷെയർ വരുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനെയല്ല സിനിമ, അങ്ങനെ മാത്രമല്ല, അങ്ങനെയുള്ള സിനിമകളും വേണം. പക്ഷേ പാരലായിട്ട് നല്ല സിനിമകൾ വേണം. കല എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരിക്കണം. അതാണ് യഥാർത്ഥ കല. അതിനൊരു ചെറിയ ചരിത്രമുണ്ട്. അതായത് അക്കരെ കാഴ്ചകൾ, അബി വർഗീസിൻ്റെ അക്കരെ കാഴ്ചകൾ നല്ല ഹിറ്റായിട്ട് പോയിക്കൊണ്ട് സമയമാണ്. അപ്പം അതിനകത്തൊരു സ്റ്റാർ ഇല്ല എന്നൊരു കുഴപ്പം വന്നു. കാരണം കൈരളി ടി വിയിൽ അത് ഹിറ്റായി, യൂട്യൂബിൽ ഹിറ്റായപ്പോൾ കൈരളി ടി വിയിൽ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ താരങ്ങളില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരു കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു എപ്പിസോഡിൽ അഭിനയിച്ചു. അന്നാണ് ഈ പരിപാടി ഞാൻ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു എപ്പിസോഡ് അഭിനയിച്ചെങ്കിലും അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അബി ഒരു കഥയുമായിട്ട് വന്നപ്പം അബിക്ക് നല്ല ആ ഒരു ഗ്രൂപ്പിന് നല്ലൊരു ടാലൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് നമുക്ക് ആ പടം ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. അപ്പം അതിനകത്ത് പിന്നെ ഞാനങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ചെയ്യണം എന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അബി തന്നെ പറഞ്ഞ അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് വേണ്ടി ഞാനിതുവരെ ചെയ്യാത്തൊരു അല്പം സറ്റയർ അല്ല കോമഡി ആയിട്ടുള്ളൊരു സാധനം ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് അദ്ദേഹം. ഇപ്പോൾ എൻ്റെ ഒരു നേച്ചർ ബേസിക്കലി ഒരു ഹ്യൂമറസാണ്. എൻ്റെ സംസാരത്തിലും എഴുത്തിലും ഒക്കെ ഉണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാരക്ടറിലും കൂടെ അത് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ്. ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ആക്ച്വലി പള്ളിങ്കിൽ ഞാൻ കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പള്ളിങ്കിൽ ആ കവിയായിട്ട് വരുന്നൊരു സാധനം ചേട്ടൻ. അല്ലാതെ പിന്നെ ചെയ്ത ക്യാരക്ടറൊക്കെ വളരെ സീരിയസ് ആയിരുന്നു. ഒന്ന് അച്ഛൻ, അല്ലെങ്കിൽ ഗുരു, സന്യാസി. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അതായിരുന്നല്ലോ. പിന്നെ ഞാനൊരു കോമഡി ചെയ്തത് ഹോളിവുഡ് സിനിമയിലെ ക്യാഷ് എന്ന് പറഞ്ഞു, സർദാർജി ആയിട്ട്. അതൊരു കോമഡി വേഷമായിരുന്നു. അപ്പോൾ എൻ്റെ കോമഡി വേഷത്തിലാണ് ഞാൻ കംഫർട്ടബിൾ. പക്ഷേ എൻ്റെ ലുക്ക് സിനിമയിലുള്ള ഡയറക്ടേഴ്സൊക്കെ കാണുന്ന വേറൊരു ലൈനിലാണ്. അപ്പോൾ ആടുപുലിയാട്ടം ഞാൻ ആ ക്യാരക്ടർ ചെയ്യുന്നില്ല എന്നൊക്കെ ഓർത്താണ്. പിന്നെ ഡയറക്ടർ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഒരു അച്ഛനാണ്, അച്ഛൻ ഇങ്ങനെ പ്രേതങ്ങളെ ഇറക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര ഒരു ലുക്കാണ്, മുടിയൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു സംഭവം. അത് ആ ലുക്ക് കൊണ്ട് തമ്പിച്ചേട്ടൻ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ അത് കൊള്ളാം, ഞാൻ ചെയ്തു. നല്ലൊരു ക്യാരക്ടറാണ്. അത് 2-3 സീനേ ഉള്ളൂ. പക്ഷേ അതൊരു പവർഫുൾ ക്യാരക്ടറാണ്. പക്ഷെ അതും ഒരു സ്പിരിച്വൽ ലെവലുള്ള അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വരുന്നതൊക്കെ അങ്ങനെയാണ്. അത് എൻ്റെ ലുക്കിൻ്റെ കുഴപ്പമാണ്, മനസ്സിലായില്ലേ? അപ്പം ഇപ്പം ഇതിനകത്ത് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. കാരണം എൻ്റെ വാഹനം തന്നെ കഴുതയാണ്. കഴുതപ്പുറത്തിരിക്കുന്നതും പിന്നെ ഡയലോഗ്സൊക്കെ ഞാൻ വളരെ സീരിയസ് ആണ് പറയുന്നത്. പക്ഷേ ആ സിറ്റുവേഷൻ കോമഡി, ഞാനൊരു കൊമേഡിയനായിട്ട് തന്നെയാണ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് ആർട്ട് സിനിമകളാണെങ്കിൽ ഞാനൊരു വേഷം ചെയ്യാറുണ്ട്. കൽക്കട്ട ന്യൂസിൽ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ബ്ലസ്സി എന്നോടൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞു. നാച്ചുറലായിട്ടും ഞാൻ ആക്ടർ ആയതുകൊണ്ട് നാച്ചുറലായിട്ടും പ്രൊഡ്യൂസേഴ്സ് പറയും, അല്ലെങ്കിൽ ഡയറക്ടർ പറയും. ഇപ്പം ഒരു ആക്ടർ പ്രൊഡ്യൂസ് ചെയ്യുമ്പം എപ്പോഴും അതിനകത്ത് അഭിനയിക്കുമല്ലോ. ഇപ്പം എല്ലാവരും അങ്ങനല്ലേ, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, പൃഥ്വിരാജ്, ഇപ്പം എല്ലാവരും ആക്ടേഴ്സാണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മാത്രമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അഭിനയിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഞാൻ അല്ലാത്ത പടങ്ങളിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ചെയ്ത 2-3 പടങ്ങൾ ഞാനല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ പലർക്കൊരു ധാരണയുണ്ട് ഞാൻ അഭിനയിക്കുന്ന പടങ്ങൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് 10-15 പടം ചെയ്തതിലൊക്കെ ആൾക്കാർ ചോദിക്കും. ഇല്ല, ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുറേ പടങ്ങളിൽ. അല്ല, സിനിമയെന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിനിമ, മലയാളം മാത്രമല്ല, ഇന്ത്യൻ സിനിമ, ബോളിവുഡ് സിനിമ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഡാൻസ്, പാട്ട്, ഇതൊക്കെ സിനിമയിൽ നിന്ന് പോയി. സീരിയസ് സിനിമകൾ, നല്ല സിനിമകളിലൊന്നും പാട്ടില്ല, ഡാൻസില്ല. അവർ ഭയങ്കര ഇമോഷണൽ സീൻ അല്ലെങ്കിൽ ഹൈടെക്
അങ്ങനത്തെ സിനിമകൾ ഹോളിവുഡ് സിനിമകൾ അങ്ങനെയാണ്. ഒന്നുകിൽ നല്ല പ്യുവർ ഡ്രാമ, പ്യുവർ ഇമോഷണൽ, അത് ഈ കഥയേക്കാൾ കൂടുതൽ ഒരു വ്യക്തിയുടെ മാനസിക അവസ്ഥയെപ്പറ്റി അങ്ങനത്തെ സിനിമകളാണ്. പക്ഷെ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് അങ്ങനത്തെ സിനിമകൾ ഇവിടെ വർക്കൗട്ട് ആകത്തില്ല. ഇംഗ്ലീഷിലൊക്കെ നന്നായിട്ട് ഓടുന്ന ഇപ്പോൾ സിക്സ് സെൻസ് പോലും ഭയങ്കര ഹിറ്റായിരുന്നു, വളരെ സീരിയസ് സിനിമയാണ്. പക്ഷേ ആ സിനിമ ഇവിടെ എടുത്താൽ ഓടുകയില്ല. ഇവിടെ നമ്മുടെ ഒരു മാനസികാവസ്ഥ, സിനിമയെന്ന് പറഞ്ഞാൽ കലാരൂപത്തിനേക്കാൾ ഉപരി നമ്മൾ സന്തോഷിക്കുക എന്നുള്ളത്. ഒരു നല്ല ആർട്ട് കണ്ട് നമുക്ക് സന്തോഷിക്കാമല്ലോ. ഇപ്പോൾ ഒരു നല്ലൊരു ചിത്രം, നല്ല ചിത്രം നമുക്ക് സന്തോഷം വരികയില്ലേ. അത് കോമഡി ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് അങ്ങനെ ഒരു കൾച്ചറുണ്ട്. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രേക്ഷകരാണ്. സിനിമയെന്ന് പറഞ്ഞാൽ ചിരിക്കണം, എല്ലാവരും ചിരിച്ച് ഹ്യൂമറാണെങ്കിൽ മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ എന്നൊരു ധാരണ നമുക്കുണ്ട്. അത് ശരിയല്ല. യഥാർത്ഥ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കലാരൂപം തന്നെയാണ്. അത് മറ്റ് ഫോറിൻ സിനിമകളാണെന്ന് നമുക്കറിയാമല്ലോ. സിനിമയുടെ വ്യത്യസ്തത തന്നെയാണ്. സിനിമ എടുത്തിരിക്കുന്ന ഹോളിവുഡ് ക്രൂവാണ്. ലൂക്കാസ് നല്ല ക്യാമറാമാനാണ്. അവരുടെ ഫ്രെയിംസ്, അവരുടെ കളറ് എല്ലാം, പിന്നെ ലൈറ്റിങ് എല്ലാം ഡിഫറൻസാണ്. അപ്പം നാച്ചുറലി ദർ ഈസ് എ ബേസിക് ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതിവിടെ ഒന്ന് എഡിറ്റ് ചെയ്തപ്പോൾ പിന്നെ ഡോൺ മാർക്സൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ പരിപാടി ഇൻറ്ററാക്ട് ചെയ്യുമ്പം പിന്നെ അവർക്കൊരു വേറൊരു ഐഡിയാസൊക്കെ കിട്ടിയില്ല. അപ്പോൾ ആ ഒരു വ്യത്യസ്തതയുണ്ട്. ഫ്രെയിമിലാണേലും പിന്നെ സ്റ്റില്ലിലാണേലും കളറിലാണേലും പിന്നെ സീനിലാണേലും. ട്രെയിലർ കണ്ടപ്പോൾ അറിയാമല്ലോ, വ്യത്യസ്തമായ ഒരു സിനിമയാണ് തീർച്ചയായിട്ടും. കാരണം എന്നോട് സെൻസർ ബോർഡുകാർ പറഞ്ഞത് ഇതൊരു ഹോളിവുഡ് മലയാള സിനിമ പോലെയായിരുന്നു. കാരണം ബിറ്റ് സീരിയസ് ആണ്, ഹ്യൂമറുണ്ട്, പിന്നെ അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് പോയേക്കുന്നത്. അപ്പോൾ അത് അബി അവിടെ വളർന്നതായതുകൊണ്ട് അബിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ വർക്ക് ചെയ്ത ക്രൂസ് എല്ലാം അവിടുത്തെയാണ്. അപ്പം അവരുമായിട്ടൊക്കെ നമ്മൾ കണക്റ്റഡ് ആയതുകൊണ്ട് അവർ മലയാള സിനിമ അങ്ങനെ വലിയ നല്ല, സാധാരണ ഒരു മലയാള സിനിമ ചെയ്യണമെങ്കിൽ അവർ വലിയ, പിന്നെ ഇംഗ്ലീഷ് സിനിമ ആണെങ്കിൽ നല്ല റെമ്യൂണറേഷൻ മേടിക്കും. ഇത് വളരെ കുറച്ചൊക്കെ മേടിച്ച് അവർ നല്ലൊരു മലയാള സിനിമ ചെയ്യാൻ വേണ്ടി തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്ത സിനിമയാണ്. അപ്പം വ്യത്യസ്തതയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അമേരിക്കയിൽ ചിത്രീകരണം എന്ന് പറയുന്നത് തന്നെ ഒരു മാർക്കറ്റിംഗ് ആണല്ലോ. അത് ഇപ്പം ഈയിടെ ഇറങ്ങിയ 2 കൺട്രീസ് അമേരിക്ക, ഈയിടെ അടുത്ത കാലത്ത് ഇറങ്ങിയ പല സിനിമകളും, അതിപ്പോൾ ABCD അവരൊക്കെ അധികം ഷൂട്ട് ചെയ്തില്ല. പക്ഷെ ഞങ്ങൾ ഓൾമോസ്റ്റ് 99% അമേരിക്കയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അവിടുത്തെ ഇതിനകത്തൊരു പ്രത്യേകത, നമ്മളൊരിക്കലും വലിയ ടൗണുകളിലേക്ക് പോയിട്ടില്ല. അമേരിക്കയിലെ വില്ലേജുകളിലാണ് കംപ്ലീറ്റ്. അപ്പോൾ അതൊരു പുതുമയാണ്, വ്യത്യസ്തതയാണ്. മുമ്പേ പറഞ്ഞ പോലെ ഒരിക്കലും മൻഹാട്ടനും സാൻ ഫ്രാൻസിസ്കോയും അങ്ങനെ വലിയ സിറ്റികളിലേക്കും ഡൗൺ ടൗണിലേക്കൊന്നും പോയിട്ടില്ല. അതിതുവരെ ഇതുവരെ ഒരു സിനിമയിലും ഇവിടുന്ന് പോകുന്ന ആരും ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് തന്നെ ഞങ്ങൾ ഉപയോഗിക്കും. കാരണം ഇപ്പം ഈ യൂട്യൂബിലിപ്പോൾ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ന്യൂയോർക്ക് ആണെങ്കിൽ അപ്പോൾ അതൊന്നും ഇപ്പം ഇപ്പോഴത്തെ യുവജനങ്ങൾക്കതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ഇത് വേറൊരു ആംഗിളിൽ കാണുന്ന ഒരു സിനിമയാണ്. വേറൊരു ആംഗിളിൽ അവിടുത്തെ മലയാളികളുടെ, അതായത് കുറേ സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്ന കുറേ മലയാളികൾ, ഒരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒത്തിരി സ്വപ്നങ്ങൾ നടക്കുന്ന ഒരു സാധാരണക്കാരുടെ കഥകളാണ്. അപ്പോൾ അവർ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഓരോ കഷ്ടപ്പാടുകളാണ്. സാധാരണ മലയാളി, അമേരിക്കയിലെ വലിയ റിച്ചല്ല, സാധാരണക്കാരുടെ ഒരു സാധാരണ ഫാമിലിയുടെ കഥകളാണ്. അത് തന്നെയായിരുന്നല്ലോ അക്കരെ കാഴ്ചകൾ. അവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്.